നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. സൗദിയിൽ ലോകകപ്പ് വരുന്നു. ഫിഫ വേൾഡ് കപ്പിന് സൗദി ആതിഥ്യമരുളും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ലോകത്തെ പ്രശസ്തരും പ്രഗത്ഭരുമൊക്കെ സൗദിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്ലാമിക സംസ്കാരം പാശ്ചാത്യർ വരെ ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ ഖത്തറിലെ ലോകകപ്പ് ലോക ശ്രദ്ധ നേടിയിരുന്നു. തെമ്മാടിക്കൂട്ടങ്ങളില്ലാത്ത, ഒരു സ്ത്രീയെ പോലും ഉപദ്രവിക്കപ്പെടാത്ത, മദ്യക്കുപ്പികളും ലഹരി മാഫിയകളും പിടിമുറക്കാത്ത വേൾഡ് കപ്പായിരുന്നു. ഖത്തറിലെ അതേ ശാന്തമായ അവസ്ഥ തന്നെയായിരിക്കും സൗദിയിലും സംഭവിക്കാൻ പോവുക. കെവിൻ പീറ്റേഴ്സൺ അദ്ദേഹം ഇസ്ലാമിന്റെ മഹത്വം പറയാതെ തന്നെ പറയുകയാണ്, സമ്മതിക്കുകയാണ്. ഇംഗ്ലണ്ടിന്റെ ക്രിക്കറ്റ് ഇതിഹാസ താരം കെവിൻ പീറ്റേഴ്സൺ വ്യക്തമാക്കുന്നത്, ഞാൻ ഖത്തറിലെ ലോകകപ്പ് വളരെ ശാന്തമായി ആസ്വദിച്ചു. അവിടെ തെമ്മാടിക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. സൗദിയിലും അത് തന്നെ ആവർത്തിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നിർഭയത്വമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. ഇസ്ലാം വിഭാവന ചെയ്യുന്നത് നിർഭയത്വമാണ്, അമ്നാണ്, അമാനാണ്. കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകുന്ന ഇസ്ലാം ലോകത്ത് കുറ്റവാളികളെ തുടച്ചു നീക്കുകയാണ്. മോഷ്ടിക്കുന്നവന്റെ കൈ മുറിക്കാൻ വേണ്ടി ഇസ്ലാം പറയുമ്പോൾ ലോകത്ത് മോഷ്ടാക്കളുടെ എണ്ണം കുറക്കുകയാണ്. വ്യഭിചരിക്കുന്നവരെ എറിഞ്ഞുകൊല്ലണമെന്ന് ഇസ്ലാം നിയമം പ്രഖ്യാപിക്കുമ്പോൾ അനാശാസ്യ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ സിനയുമൊക്കെ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുകയാണ്. കൊന്നവനെ കൊല്ലണമെന്നുള്ള കിസാസിന്റെ നിയമം നടപ്പാക്കുമ്പോൾ ലോകത്ത് കൊലപാതകങ്ങളും അക്രമങ്ങളും കുറയുകയാണ്. ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും കാലോചിതവും യുക്തിഭദ്രവുമാണ്. ആ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുന്നു, ലോകം എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പരിശുദ്ധമായ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പകർത്താൻ, ലോകത്തിന് പകർന്നു കൊടുക്കാൻ, അതിലേക്ക് ദഅവത്ത് ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم اهد لأمة محمد صلى الله عليه وسلم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله